ഹലോ ഗായ്സ്, ഉഡായി പ്ലസ് സ്റ്റഡീസ് ട്യൂബിൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഒരു ലഷ് കേവ് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു നമ്മുടെ ബേസിൻ്റെ അടുത്ത് തന്നെ. അത് നമുക്ക് ഒന്ന് പോയി ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഡിബിരി മൈൻ ചെയ്യാൻ പോകണം. പിന്നെ ഫുൾ സെറ്റ് നെതറേറ്റ് ആർമർ ആക്കണം. പിന്നെ അത് എൻചാൻറ്റ് ചെയ്യണം. ടൂൾസും ആക്കണം. പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ എൻ്റർ ചെസ്റ്റ് ഉണ്ടാക്കണം നമ്മുടെ ഗെയിമിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റേ ട്രീ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ ഈ ട്രീ മുറിച്ച് അതിൻ്റെ നേരെ താഴത്തോട്ട് പോയാലേ നമുക്ക് ലഷ് കേവ് കിട്ടത്തുള്ളൂ. ആ ലഷ് കേവിൽ നിന്ന് വേണം അതിൻ്റെ സാപ്ലിങ് കളക്ട് ചെയ്യാൻ. ഓക്കെ, നമ്മൾ അതിൻ്റെ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ താഴത്തോട്ട് നേരെ കുടിച്ചു പോവാം. പിന്നെ ഇങ്ങനത്തെ പ്രത്യേകതരം ഒരു ഡെർട്ടൊക്കെ നിങ്ങൾ കാണും. അത് അതിൻ്റെ റൂട്ടാണ്. അതായത് തൊട്ടാൽ മനസ്സിലാവും റൂട്ട് ഡെർട്ട് എന്ന്. കാണിച്ചു തരാം. പിന്നെ നമുക്ക് പിക്കാക്സ് തൊട്ട് വേണം ബാക്കി നമുക്ക് മൈൻ ചെയ്യാൻ. ഓക്കെ, നമ്മളിപ്പോൾ ആ ഡീപ്പ് സൈഡ് ലെവൽ എത്തി. ലഷ് കേവ് കിട്ടി. വാവ്, ഇവിടെ കുറേ പൂവുണ്ടല്ലോ. എൻ്റെ ലക്കിന് കുറേ പൂ കിട്ടി ഇവിടെ. ഓക്കെ, നമ്മൾ അതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്ര സാധനമാണ് കിട്ടി. ഇത് മാത്രമല്ല, എനിക്ക് വേറൊരു സാധനം കിട്ടും. ആ ഓറഞ്ച് കളറിൽ ഒരു സാധനം. അതാണെങ്കിൽ ഞാൻ ആ വില്ലേജിലുള്ള ഏതോ ചെസ്റ്റ് ഞാൻ അറിയാതെ വെച്ച് അതെടുത്ത് വെച്ചേക്കാം. ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഗ്ലോ ആവും കൈസ് ആ സാധനം, ആ ചെടിയെ. അതാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ചില്ലേ, ഞാനാണെങ്കിൽ ഇത് ഗ്ലിച്ച് വന്നു. അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് പോയപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ വില്ലേജിലാണ് ഞാൻ നിൽക്കണേ. പിന്നെ പെട്ടെന്ന് ആ ചെസ്റ്റ് കൊണ്ട് ഞാൻ വെച്ചിട്ട് പെട്ടെന്ന് ഓടി വന്നു. ഇൻവെൻട്രി ഫുള്ളായിരുന്നതാ. ഓക്കെ, അപ്പം അതൊക്കെ നമ്മൾ കഴിഞ്ഞ് അതെന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. നമ്മളവിടെ പോയപ്പോൾ എന്തോ പറ്റിയതാണ്. പിന്നെ വില്ലേജിലെ മറ്റേ നമ്മുടെ ബേസിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഇരുന്നത്. പെട്ടെന്ന് ഞാൻ വില്ലേജിലുള്ള ചെസ്റ്റ് വെച്ചിട്ട് ഓടി വന്നു. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഡിബിരി മൈൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ബെഡ് ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഊള ക്രാഫ്റ്റ് ടേബിളൊക്കെയാണ് കൊണ്ടുവന്നത്. കാരണം ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്. സ്റ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഹൈ ലെവൽ 15 എത്തണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ പിക്കാക്സ് കൊണ്ട് നീട്ടി ഒരു കുഴി എടുത്തിട്ട് ക്രൗച്ച് ചെയ്ത് നിന്നിട്ട് ആ ബെഡിൽ കയറി ക്ലിക്ക് ചെയ്യണം. ബെഡ് അവിടെ വെച്ചിട്ട് അപ്പോൾ പൊട്ടി തെറിക്കും. നൈസ്. അയ്യോ, എൻ്റെ ഹാർട്ട്. ഭാഗ്യം. ഫസ്റ്റത്തെ ബെഡിൻ്റെ ലക്കുണ്ട്. 2 ഡിബിരി കിട്ടി. താഴത്തോട്ടില്ല. 2 കിട്ടിയല്ലോ. പക്ഷെ 4 ഉണ്ടെങ്കിൽ ഒരു ഇങ്കറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു സ്റ്റാക്ക് കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബെഡിലൊക്കെ ലക്കുണ്ടായിരുന്നു. ബാക്കി കുറച്ച് ബെഡ് ബാക്കി വന്നു, ബൂളൊക്കെ. അപ്പോൾ അത് മതി. മറ്റേ സ്മെൽറ്റ് ആവാതിരിക്കട്ടെ. നമുക്ക് കാരണം പോയി ഗോൾഡ് എടുത്തോണ്ട് തന്നെ. ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇങ്കറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. 4 അതിൻ്റെ നെതറേറ്റ് സ്ട്രാപ്പും പിന്നെ 4 ഗോൾഡ് ഇങ്കറ്റും ഉണ്ടെങ്കിൽ ഒരു നെതറേറ്റ് ഇങ്കറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മറ്റേ ഓറഞ്ച് കളറുള്ള സാധനം ഇല്ലേ, അതിനെ അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയ പനി കൊണ്ട് കഴിച്ചതാ. ഓക്കെ, നമ്മൾ ഉറങ്ങി എഴുന്നേക്കാൻ പോവാണ്. കണ്ട അവിടെ സ്ട്രാപ്പ് കണ്ട ഗൈസ്. ആ സ്ട്രാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. തൽക്കാലത്തേക്ക് ഇപ്പോൾ നമുക്ക് 9 സ്ട്രാപ്പ് മതി. ഓക്കെ, പിന്നെ നിങ്ങൾ ഓർക്കും ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ വഴി നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇത് ഉണ്ടാക്കണമെങ്കിൽ നമുക്കില്ലേ സ്മിത്തിങ് ടേബിൾ എന്നൊരു സാധനം വേണം. അതിനകത്ത് ഇത് വെക്കണം. പിന്നെ അതായത് നമുക്കൊരു ആർമറോ ടൂൾസോ എന്തെങ്കിലും വെക്കണം. അല്ല, എനിക്കെന്തോ വെച്ചിട്ട് ഒന്നില്ലല്ലോ. പക്ഷെ എന്താ ടെംപ്ലേറ്റ് വെക്കണമെന്ന് തോന്നണം. ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാവേ. അതായത് ടെംപ്ലേറ്റ് വെക്കണമായിരുന്നു. അപ്പം അത് നമുക്ക് നെതറിൽ പോയിട്ട് ഒരു പിഗ്ലിങ്സിൻ്റെ ആ ഫോർട്രസിൽ നിന്നാണ് കിട്ടണത്. പിന്നെ അതെടുത്ത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത്. പിന്നെ നെതറാക്കും ഡയമണ്ടും പിന്നെ ഈ ഒരു ടെംപ്ലേറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം കുറേ. അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ ടെംപ്ലേറ്റ് അവിടെ വെക്കണം. എന്നിട്ട്
അതിനകത്തോട്ട് നമുക്ക് വേണ്ട ഒരു ടൂൾസോ ആർമറോ എന്തെങ്കിലും വെച്ചിട്ട് നെതറേറ്റിൻ്റെതാക്കണം. അപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നെതറേറ്റ് ആക്കുക ഫുള്ളും. കാരണം ഈ ടെംപ്ലേറ്റ് ഇപ്പം ഇത് 1.20-ലും 21-ലും വന്നൊരു പുതിയൊരു അപ്ഡേറ്റ് ആണത്. അല്ല, പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ചുമ്മാ വെച്ചിട്ട് ഒരു ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇപ്പം ടെംപ്ലേറ്റും വേണം. പിന്നെ ഈ ടെംപ്ലേറ്റ് ഇട്ട് വെച്ചിട്ട് പാടാണ്. ആ ടെംപ്ലേറ്റ് ബാക്കി വന്ന് നമുക്ക് ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ എമറാൾഡ് കിട്ടി ഗൈസ്. ഒരു സ്റ്റാക്ക് എമറാൾഡ് ബ്ലോക്കാണ് ഗൈസ് കിട്ടിയത്. നമ്മളെല്ലാം എൻചാൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം സിൽ ടച്ച് ആക്കിയിട്ടുണ്ട്. ഒരു സിൽ ടച്ച് പിക്കാക്സ് എക്സ്ട്രാ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതുണ്ട്. പിന്നെ ഷവഡ് വാക്സ് ഒക്കെ നമ്മൾ സിൽ ടച്ച് ആക്കിയാൽ നമുക്കൊന്ന് മൈൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എൻ്റെ സിൽ ടച്ച് പിക്കാക്സ് ഉണ്ട്. വാവ്, സിൽ ടച്ച്. പിന്നെ നമ്മൾ എനർജൈസർ ഉണ്ടാക്കിയായിരുന്നു. ഇത് സെറ്റായി. സ്റ്റോൺ മൈൻഡ് ചെയ്യുമ്പോൾ സ്റ്റോൺ ആയിട്ട് തന്നെ കിട്ടും. ഗോപ്പിൾ സ്റ്റോൺ ആയിട്ടല്ല, സ്റ്റോൺ ആയിട്ട് തന്നെ കിട്ടും. ഈ ഷവല കൊണ്ടൊന്ന് മൈൻഡ് ചെയ്ത് നോക്കണം. ഗ്രാസിന്റെ ബ്ലോക്ക് ആയിട്ട് തന്നെ നമുക്ക് കിട്ടി. പിന്നെ ആക്സ് നമുക്ക് സിൽ ടച്ച് ചെയ്യണത് നമുക്ക് ബുക്ക് ഷെൽഫ് മൈൻഡ് ചെയ്യുമ്പോഴായി. അതാകുമ്പോൾ സിൽ ടച്ച് ഉണ്ടെങ്കിൽ ബുക്ക് ഷെൽഫ് തന്നെയായിട്ട് കിട്ടും. നമ്മുടെ എൻഡർ ചെസ്റ്റ് കിട്ടി. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നുമില്ല. നമുക്ക് എമറാൾഡ് കയ്യിലെന്ന് വെച്ചേക്കാം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വിതറിനെ കൊല്ലാനതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. അതിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വിതറിനെ കൊല്ലാം.